കൂടുതലായിട്ട് വയറൊക്കെ ഉള്ള അങ്ങനെയുള്ള തരം പേഷ്യൻറ്റിന് കഴിയുന്നതും ഇൻസുലിൻ ഉപയോഗിക്കാതിരിക്കാൻ നല്ലത്. മെജോറിറ്റി ആൾക്കാർക്കും ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡോക്ടർ ചോദിച്ച പോലെ ഇൻസുലിൻ ആണോ ടാബ്ലറ്റ് ആണോ നല്ലതെന്നുള്ളത് ആ പേഷ്യൻ്റെ കണ്ടീഷൻ വെച്ച് പേഷ്യൻ്റെ ക്ലിനിക്കലായിട്ടുള്ള സിറ്റുവേഷൻ വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് പുതിയ മരുന്നുകളുണ്ട്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മരുന്നുകളുണ്ട്. അത്തരം മരുന്നുകളാണ് തീർച്ചയായിട്ടും നല്ലത്, ഇൻസുലിൻ അല്ല. ഇൻസുലിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ പറയാം. ഇൻസുലിൻ കൊണ്ട് ബോഡി വെയിറ്റ് കൂടും. നമ്മൾ ഈ ഡയബറ്റീസിനെ പറ്റി പറഞ്ഞ കോംപ്ലിക്കേഷൻസിൽ ഹാർട്ടിൻ്റെ അസുഖമാണെങ്കിലും സ്ട്രോക്ക് ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ അടിസ്ഥാനം ബ്ലഡ് ഷുഗർ മാത്രമല്ല, നമ്മുടെ ബോഡിയിലെ അഡിപ്പോസിറ്റി ഫാറ്റ്. എത്ര ഫാറ്റ് കൂടുന്നോ അത്രയും ഈ കോംപ്ലിക്കേഷൻസ് ചാൻസ് കൂടുതലാണ്. പേഷ്യൻറ്റിന് നമ്മൾ ഇൻസുലിൻ കൊടുത്ത് 90 കിലോ ഉള്ള ആളുടെ വെയിറ്റ് 100 കിലോ ആയാൽ ഷുഗർ നോർമലായാൽ പോലും അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ വെയിറ്റ് കൂടുന്ന തരത്തിലുള്ള എല്ലാ മെഡിസിൻസിനും മോശമാണ്. അതിലേറ്റവും ആദ്യമുള്ളത് ഇൻസുലിൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അഡൾട്ടിന് വിശേഷിച്ചും കൂടുതലായിട്ട് തടിയുള്ള, കൂടുതലായിട്ട് വയറൊക്കെ ഉള്ള അങ്ങനെയുള്ള തരം പേഷ്യൻറ്റിന് കഴിയുന്നതും ഇൻസുലിൻ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. നിങ്ങൾ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിരിക്കും, പക്ഷേ അതുകൊണ്ട് ബാക്കി സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻസുലിൻ ഉപയോഗം മിനിമം ആക്കുന്നതാണ് നല്ലത്.